UAE വാഹനം ഓടിക്കുന്നവർക്കറിയാം എല്ലാ ട്രാഫിക് ഫൈനും ഓൺലൈനായി അടക്കാൻ പറ്റില്ല. ചില ഫൈൻസ് നോൺ പേബിൾ ആണ്. ഇതിന്റെ ബ്ലോക്ക്ഡ് ഫൈൻ എന്നും ബ്ലോക്ക്ഡ് ഫൈൻ എന്നൊക്കെ പറയാറുണ്ട്. അറിയാലോ, നോൺ പേബിൾ ഫൈൻ സാധാരണ സീരിയസ് ട്രാഫിക് വയലേഷൻ ആണ് കിട്ടാറ്. അതായത് ട്രാഫിക് ഫൈനോടൊപ്പം ബ്ലാക്ക് പോയിന്റ്സ് കൂടി ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ സ്പീഡിങ്ങിന് 500 ദിർഹംസ് ആണ് ട്രാഫിക് ഫൈൻ എങ്കിൽ അതിന്റെ കൂടെ ബ്ലാക്ക് പോയിന്റ് കൂടി ഉണ്ടാകും. അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ 2000 ദിർഹം പ്ലസ് ബ്ലാക്ക് പോയിന്റുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് എങ്ങനെ അടക്കാം എന്ന കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരു കാര്യമുള്ളത്, ബ്ലാക്ക് പോയിന്റുകൾ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് മാറ്റിയാലേ ഫൈൻ അടക്കാൻ കഴിയൂ. ദുബായിലുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇമെയിൽ വഴിയോ നേരിട്ടോ ദുബായ് പോലീസിനെ ബന്ധപ്പെടാവുന്നതാണ്. ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ദുബായിൽ നേരിട്ട് പോകാവുന്ന ഓഫീസുകൾ ഒന്ന് ദേറ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. രണ്ടാമത്തേത് ബർഷ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. അറിയാം, മാൾ ഓഫ് എമിറേറ്റ്സിനോട് ചേർന്ന് ഷെയ്ഖ് സായിദ് റോഡിലാണ് ഇതുള്ളത്. ഇതിനാവശ്യമായ രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസും എമിറേറ്റ്സ് ഐഡിയും ആണ്. പോലീസ് ബ്ലാക്ക് പോയിന്റുകൾ വാഹന ലൈസൻസിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് മാറ്റും. അതിനുശേഷം ഫൈൻ അടയ്ക്കാവുന്നതാണ്. ഇനി അബുദാബിയിലാണെങ്കിൽ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് ടാം ആപ്പിൽ കയറി നോൺ പേബിൾ ഫൈനുകൾക്ക് ഒരു ഓറഞ്ച് ഡോട്ട് കാണിക്കും. ബ്ലാക്ക് പോയിന്റ് മാറ്റാൻ അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ഒരു OTP വരും, അത് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ മതി. രണ്ടാമത്തേത് മറ്റൊരാളുടെ ട്രാഫിക് പ്രൊഫൈലിലേക്ക് മാറ്റണം. അതായത് ഫൈൻ നമ്പർ കൊടുത്ത് OTP വെച്ച് വെരിഫൈ ചെയ്യണം. ബ്ലാക്ക് പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ ഫൈൻ നേരിട്ട് ടാമിൽ അടയ്ക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് അടയ്ക്കാവുന്നതാണ്. ബാക്കി എല്ലാ എമിറേറ്റ്സിലും MOI UAE ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ട്രാഫിക് സർവീസസിൽ രജിസ്റ്റർ ചെയ്യുക. ബ്ലാക്ക് പോയിന്റ്സ് തിരഞ്ഞെടുക്കുക. TC നമ്പർ അല്ലെങ്കിൽ പ്ലേറ്റ് നമ്പർ നൽകി സെർച്ച് ചെയ്യുക. ശേഷം ഫൈൻ സെലക്ട് ചെയ്ത് OTP വെരിഫൈ ചെയ്ത് കൺഫേം കൊടുക്കാം. ബ്ലാക്ക് പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കാം.